അസ്സലാമു ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഡെയിലി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ കൊറോണയൊക്കെ വളരെ കൂടി നിൽക്കുന്നൊരു സമയമാണല്ലോ, ആ സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ട നെല്ലിക്കയാണ്. ഇതൊരു 4 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക. അപ്പോൾ അത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഒരു നെല്ലിക്കയുടെ അളവിന് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രൗൺ ഷുഗർ കുറച്ച് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നെല്ലിക്ക ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലൊരു സാധനമാണ് കേട്ടോ, അത് ഡെയിലി കുടിക്കുന്നത്. അതുപോലെ തന്നെ മിൻ്റാണെങ്കിലും ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ നെല്ലിക്കയുടെ ഒരു തരിയൊക്കെ ഉണ്ടാവില്ല, അത് നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ പിഴിഞ്ഞെടുക്കുക. എന്നാലും അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള ഇതൊക്കെ ഇതിലേക്ക് വരുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്തിരി ഐസ് ക്യൂബൊക്കെ ഇടുന്നുണ്ട്. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കാരണം കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി കുടിക്കുമ്പോൾ ഐസ് ക്യൂബൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും ഐസ് ക്യൂബിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ നെല്ലിക്ക മാത്രം കഴിക്കുന്നതിനേക്കാളും ആ മിൻ്റും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.